കൊച്ചി മെട്രോയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര നിർദ്ദേശത്തിൽ തെറ്റിദ്ധാരണ പരത്തിയ സംസ്ഥാന സർക്കാർ ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ പേരിൽ മെട്രോ കമ്പനി അറിയപ്പെടണമെന്നാണ് മാർഗനിർദ്ദേശം. കേന്ദ്ര മാർഗനിർദ്ദേശ പ്രകാരമെന്ന് ശുപാർശ നൽകിയത് KMRL അധികൃതർ പറയുന്നു. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, മറ്റു വിവരങ്ങൾ കൂടി. കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ പ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമാണ് ഈ കൊച്ചി മെട്രോയുടെ പേരുമാറ്റം, അതായത് പേരുമാറ്റം എന്ന് പറയുന്നത് കമ്പനിയുടെ പേരുമാറ്റം എന്നുള്ള രീതിയിലാണ് ശുപാർശ മുന്നോട്ട് വെച്ചതെന്നായിരുന്നു ലോക്നാഥ് ബെഹ്റ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതായത് കേന്ദ്രത്തിന്റെ നിർദ്ദേശമുള്ളത് ഈ ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം മെട്രോ പദ്ധതികൾ ഉണ്ട് എങ്കിൽ അതിന്റെ കമ്പനിയുടെ പേര് ആ സംസ്ഥാനത്തിൻ്റെതാക്കി മാറ്റണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശം. നേരത്തെ ഗുജറാത്ത്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ നിർദ്ദേശം നടപ്പിലാക്കിയിരുന്നു. കേരളത്തിലും ഇത് നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം. കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും തുല്യ പങ്കാളിത്തത്തോടു കൂടിയാണ് KMRL പ്രവർത്തനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാർഗനിർദ്ദേശം നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KMRL ഈ ഒരു കമ്പനിക്ക് പേരുമാറ്റം വേണം എന്നുള്ളൊരു ശുപാർശ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ ഈ പേരുമാറ്റം ആലോചനയിലില്ല, അത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നുള്ള തരത്തിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയായിരുന്നു. എന്തായാലും ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഈ പദ്ധതികൾ വീണ്ടും ഈ കൊച്ചി മെട്രോയ്ക്ക് അപ്പുറത്തേക്ക് മറ്റ് നഗരങ്ങളിൽ കൂടി മെട്രോ സംവിധാനം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ പേരുമാറ്റം വീണ്ടും കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചേക്കാം. എന്തായാലും ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയും ഉണ്ടായിരുന്നു എന്നുള്ള ചില ആക്ഷേപങ്ങൾ കൂടി ഉയരുന്നുണ്ട്. എന്തായാലും KMRL പറയുന്നത് കൊച്ചി മെട്രോ എന്നുള്ള പേര് തുടരും, കമ്പനിയുടെ പേരുമാറ്റമാണ് തങ്ങൾ ഉദ്ദേശിച്ചതെന്നാണ്. സുരേഷ്.